പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് തീർത്തും പ്രഹസനമാണെന്ന് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വെല്ലുവിളിയായി തന്നെ ഏറ്റെടുക്കുന്നുവെന്നും LDF ഭരിക്കുന്ന തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ അടക്കം സ്പില്ലോവർ വിഷയം ഇല്ലേ എന്നും മുസ്ലിം ലീഗ് തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി. തിരുനാവായ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ഇടതുപക്ഷം വളരെയേറെ കുട്ടിഘോഷിച്ചുകൊണ്ടൊരു സമയം നടക്കേണ്ടായി. പ്രഹസനാത്മകമായിട്ടുള്ള സമരമായിരുന്നു അത്. ആരോപിക്കപ്പെട്ട വിഷയങ്ങൾക്ക് കൃത്യമായി അവിടെ ഭരണസമിതി കഴിഞ്ഞ ദിവസം അക്കമിട്ട് രേഖാമൂലം മറുപടി നൽകിയിട്ട് ആ മറുപടികൾക്കൊന്നും ചെവികൊള്ളാതെ അല്ലെങ്കിൽ ആ മറുപടികളെ ഏതെങ്കിലും നിലക്ക് പരിശോധിക്കാതെ ഇത്തരത്തിലുള്ളൊരു ജനങ്ങളെ കബളിപ്പിക്കുന്ന സമരം, അത് ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥത്തിൽ അവർക്കുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരാജയത്തിന് കാരണമാണ്. അവർക്ക് തുറന്നു കാണിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള യാതൊരു ഈ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങളും ശരിവെക്കാനോ അല്ലെങ്കിൽ അവർക്കത് തെളിയിക്കാനോ കഴിയില്ല. കൃത്യമായി ഫണ്ട് വിനിയോഗിക്കുന്നതിലും അതുപോലെ തന്നെ അവിടെ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൊക്കെ UDFന്റെ ഭരണസമിതി വളരെ ഗൗരവപരമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ മുൻപത്തെ വർഷങ്ങളിലൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന ഫണ്ടുകൾ അത് ഏതെല്ലാം വിധത്തിൽ വിനിയോഗിക്കണമെന്ന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ പല ഘട്ടങ്ങളായി വന്നിട്ട് ആ വരുന്നത് കാരണം തന്നെ പല ഫണ്ടുകളും കൃത്യമായി സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം ഞങ്ങൾക്ക് പറയുന്നില്ല. കൃത്യമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭരണസമിതി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ജനങ്ങൾക്കൊക്കെ അത് ബോധ്യപ്പെട്ടുള്ളതാണ്, അവർക്കത് അറിയുന്നതാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു കലക്കവെള്ളത്തുണി പിടിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു രീതിയിലുള്ള ഈ സമരത്തിനോട് ജനം അതുപോലെയുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തൊട്ടടുത്ത പഞ്ചായത്തുകൾ എടുത്താൽ തന്നെ, ഞാനതിൻ്റെ ഫിഗർ വെച്ച് പറയുന്നില്ല, ഏത് പഞ്ചായത്തിലാണെങ്കിലും ഇതുപോലെ തന്നെ വലിയ എമൗണ്ടുകൾ പല കാരണങ്ങളെ കൊണ്ടും ഇതേപോലെ ലാപ്സ് ആയിട്ടുണ്ട്. അത് നമുക്കും ആ ഒരു രീതിയിൽ അപ്പുറത്തേക്കുള്ള ഒരു ഫണ്ട് ലാപ്സ് തിരുനാവായയിലില്ല. തിരുനാവായയിൽ വന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ ഭരണസമിതി അതിൻ്റെ കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ടും അതിൻ്റെ രേഖകൾ കാണിച്ചുകൊണ്ടും പത്രക്കാർക്ക് സമർപ്പിച്ചുകൊണ്ടുമാണ് ഭരണസമിതി തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. അതാണ് ഞങ്ങൾക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റു പഞ്ചായത്തുകളിലൊക്കെ ഉള്ള ലാപ്സുകളൊക്കെ ഇവർ പരിശോധിക്കട്ടെ. തൊട്ടടുത്ത പഞ്ചായത്തുകളോ ഇതേപോലെ തന്നെയാണ് അവിടുത്തെ ഒക്കെ കണക്കുകളായിട്ടുള്ളത്. ഈ ആരോപിക്കപ്പെടുന്ന ഈ കാര്യങ്ങൾ അവർ പഠിക്കാനാണല്ലോ നമ്മൾ ഭരണസമിതി കൃത്യമായി അതിൻ്റെ രേഖാമൂലമുള്ള പത്രസമ്മേളനം കാണിച്ചിട്ടുള്ളത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു, അത് UDF നേതൃത്വത്തിൽ അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തിന്റെ ഭീഷണി മൂലമാണെന്നൊക്കെയുള്ള ഒരു പ്രചരണങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ LDF മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം വസ്തുത അതിലൊന്നും ഒരു വസ്തുതയില്ല. സാധാരണഗതിയിൽ പാർട്ടികൾക്ക് ഒരു നടക്കാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട ആരോപണം. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് രാജിക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണമായിട്ട് ഇവരാരും വന്നിട്ടില്ലല്ലോ. ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ ഭരണസമിതിക്കാണെങ്കിലും നിലവിലുള്ള ഭരണസമിതിക്കാണെങ്കിലും അങ്ങനത്തെ ആരോപണമൊന്നും ഇവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള ആരോപണങ്ങളും ഇല്ലില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരവും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇതില് തിരുനാവായ പഞ്ചായത്തില് UDFനുള്ളിൽ പനൈക്യമുണ്ട് എന്നുള്ള രൂപത്തിലും പ്രചരണം നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ പരാജയ കാരണങ്ങൾ പല രീതിയിലേക്ക് തിരിച്ചു വിടുകയാണ്. അതിലൊന്നും യാതൊരു ഇതുമില്ല. ഒറ്റ ഘട്ടമാണ്. തിരുനാവായ പഞ്ചായത്ത് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ഭൂരിപക്ഷം കൊടുത്ത ഈ പാർലമെന്റ് ഇലക്ഷനിൽ 9300 വോട്ടാണ് ഇവിടുത്തെ ലീഡ്. അവർക്ക് ഇടതുപക്ഷത്തിന് കിട്ടിയതിനേക്കാൾ ഏറെ വോട്ട്, അവർക്ക് റെഗുലറായിട്ട് കിട്ടിയിട്ടുള്ളതിനേക്കാൾ ഏറെ വോട്ടാണ് UDF ഇവിടെ കൊടുത്തത്. പിന്നെ ഇവിടെ പരാതി ഉണ്ടെന്ന് അവർ പറയുന്നു. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെ പ്രഖ്യാപിക്കും? അത് പാർട്ടി ആലോചിച്ചിട്ട് തീരുമാനിക്കും. CPM കേരളം ഭരിക്കുന്ന CPM ആണോ? അവരങ്ങനെ ഒരു ആരോപണം തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അവർ തെളിയിക്കട്ടെ. ഭരണം അവരുടെ കയ്യിലുണ്ടല്ലോ, അവർ തെളിയിക്കട്ടെ. ആരോപണങ്ങൾ പടച്ചുവിടും. ഇല്ലാത്ത ആരോപണങ്ങൾ പടച്ചുവിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കണ ഒരു സംവിധാനമാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്.
തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലീഗിൽ തന്നെയാണോ അത് UDF-ലെ വകുപ്പ്? അത് UDF നേതാക്കന്മാർ ധാരണപ്രകാരം മുൻകാലങ്ങളെ പോലെ ധാരണപ്രകാരം ചർച്ച ചെയ്തിട്ട് ഉള്ള വിഷയമാണ്. LDF സത്യത്തിൽ സമരം ചെയ്യേണ്ടത് സർക്കാരിനെതിരെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അവർ മാർച്ച് ചെയ്തതിനു ശേഷമാണ് പഞ്ചായത്തുകളുടെ നമുക്ക് വിശ്വസിക്കാറുണ്ട്. 2938 കോടി നമ്മുടെ ഫിഗറൊന്നും നമ്മൾ പറഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു നമ്മുടെ മണ്ഡലത്തിൽ തന്നെ 1-2 പഞ്ചായത്തുമാർ ഭരിക്കുന്നുണ്ട് സാങ്കേതികമായിട്ടെങ്കിലും. അവിടെയൊക്കെ സ്പിൽ ഓവർ ഉണ്ട്. യഥാർത്ഥ ഫിഗറും കണക്കൊക്കെ ഞങ്ങളുണ്ട്, അവിടെ പറയുന്നില്ല എന്ന് മാത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ വരുമോ? അപ്പൊ ശരിക്കും അവർ മാർച്ച് ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങണ്ടല്ല. ഈ ശക്തി ഉയരും അവരെ സമരം അവർ കാണിക്കുക, വേറെ നിലയ്ക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര നാളെ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ജനങ്ങളൊന്നും ആകെ എല്ലാ നിലക്കും വെറുതെ മുട്ടി പറയണം, വെറുതെ കെടുക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് അവർക്ക് ഈ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ജാഗ്രത മറച്ചു വെക്കുന്നതിന് വേണ്ടി അവർ ഇങ്ങനെ പഞ്ചായത്തേക്ക് വരാന്നുള്ളതല്ലാതെ വേറെ പറയാനില്ല. അത്രമാത്രം പറഞ്ഞു. അവരിപ്പോ LDF ഇപ്പോൾ ചെയ്യുന്നത് കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുകയാണെന്നും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഭരണസമിതി തന്നെ വ്യക്തമായി രേഖകൾ വെച്ച് മീഡിയയ്ക്ക് മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചതാണെന്നും ഇല്ലാത്ത ആരോപണങ്ങൾ പടച്ചുവിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് CPM ആണെന്നും മുസ്ലിം ലീഗ് പറഞ്ഞു. മുസ്ലിം ലീഗ് തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് VP കുഞ്ഞാലി, ജനറൽ സെക്രട്ടറി ലത്തീഫ് പള്ളത്ത്, ട്രഷറർ CPA ബഷീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് 99 തിരൂർ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.